അഡ്വക്കേറ്റ് ആണ്, മാർഷ്യൽ ആർട്സ് ഉണ്ട്, യോഗയുണ്ട്, ആർട്ടിസ്റ്റ് ആണ്, ഡാൻസർ ആണ്. ആ ലെവലാണ് ആ സാധനം. ഇവന്റെ ടീമിൽ നേരത്തെ ഒരു മെസ്സിയും വന്നു, ഒരു റൊണാൾഡോയും വന്നു. പക്ഷെ ഇവരെ രണ്ടുപേരെയും ഗോൾ വലക്കകത്തേക്ക് അടച്ചു കയറ്റി ഈ മറഡോണ. സമ്മാനം ഒരാൾക്കല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്റെ കൂടെ വരുന്നവരെല്ലാരും ഇങ്ങനെയായ ഞാൻ ലെവൽ 5 ചേച്ചി വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സമ്മാനം 25,000 രൂപ വിലമതിക്കുന്ന ഒരു AC കൂടെ ചേരുന്നു നിങ്ങളുടെ സമ്മാനത്തിലേക്ക്. അങ്ങനെ ടോട്ടൽ 75,000 രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങളാണ് ലഭിക്കാൻ പോകുന്നത്. പെരിന്തൽമണ്ണയിലെ അടിച്ചുകയറിവായുടെ ഫിനാലിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലെവൽ 5ലേക്ക് നമ്മൾ പോകുന്നു. ശരി, ഞങ്ങൾ ഇവിടെ കുറച്ച് സ്പോഞ്ചസ് വെച്ചിട്ടുണ്ട്. ഈ സ്പോഞ്ചസ് ഓൾറെഡി വെള്ളത്തിൽ മുക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ഒരു ഇത് വെച്ചിരിക്കുന്നുണ്ട്, ഒരു കണ്ടെയ്നർ. പിന്നെ ഈ കണ്ടെയ്നറിലേക്ക് നിങ്ങൾ ഇതിലെ വെള്ളം പിഴിഞ്ഞൊഴിക്കണം. ഇത്രേ ചെയ്താൽ മതി. 60 സെക്കൻഡ് സമയത്തിൽ ഏറ്റവും കൂടുതൽ ആരാണ് ഒഴിക്കുന്നത് അയാൾ ജയിക്കും. ഇത്രയുള്ള സിമ്പിൾ ഗെയിം. പക്ഷേ ശ്രദ്ധിക്കണം, ഒരു സമയത്ത് ഒരെണ്ണം മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് അവിടെ വൺസ് മുഴുവൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കളഞ്ഞിട്ട് വേണം മരുന്ന് അടുത്തെടുക്കാൻ. ഓക്കെ, and your time starts now. ഒരെണ്ണം എടുക്കാവൂ. മാക്സിമം നമ്മള് ജിമ്മിൽ കിടന്ന് വർക്കൗട്ട് ചെയ്യണം മുഴുവൻ. വെള്ളം വെളി തീരും ചേച്ചി, വെള്ളം കളയരുത്. ഒഴിച്ചോ. നല്ല നന്നായിട്ട് പിഴി ചേച്ചി അങ്ങോട്ട്. ഭർത്താവിനെ മനസ്സിൽ കൊണ്ടുപോകാ ദേഷ്യം. ചേച്ചി ഇത് വീണ്ടും ഇവിടെ കൊണ്ട് വെക്കല്ലേ, ഇത് എനിക്ക് ഇയാള് സാരി വാങ്ങി തരൂലേ. അവിടെ വെച്ചിട്ട് വരണം. സ്റ്റെഫി ആ സ്പോഞ്ച് അവിടെ വെക്കാൻ പറയണേ. അവിടെ വെച്ചോ. ഫുള്ള് മാക്സിമം. അടിപൊളി. സ്പോഞ്ചിന്റെ കൊരവള്ളി പിടിച്ചോ. ഈ 3 ബാക്കിയുണ്ട്. അങ്ങോട്ട് 3 ബാക്കി. കളയല് ചേച്ചി, വെള്ളം കളയരുത്. ഇതാ നാദിറ ചേച്ചി ജയിച്ചോണ്ടിരിക്കുന്ന. 2 കൂടി. ചേച്ചി പെട്ടെന്ന് 2 കൂടി. പിടി. അടുത്ത ലാസ്റ്റ്. മതി. സ്റ്റോപ്പ്. മിസ്റ്റർ സിവിൻ ഒന്ന് മാറി തന്നാൽ നമുക്ക് ചില കാര്യങ്ങൾ പറയാമായിരുന്നു. പോട്ടെ, ശരിയെന്നാ. ഏത് സൈഡ് തിരിഞ്ഞെണീറ്റാണോ എന്തോ ഇന്ന്. മൈ ജി ഫ്യൂച്ചർ അടിച്ചു കയറി വാ. 5th level 75,000 rupees goes to none other than നദീറ ചേച്ചിക്ക് 75,000 റുപ്പീസ് ഈ ലെവലിൽ കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് അറിയണ്ടേ? വീട്ടിൽ നിന്ന് നല്ല കുളുകുളാ തണുക്കാനായിട്ട് നല്ല ആളിപ്പോളയൊരു AC. മാത്രമല്ല അതിന്റെ പുറകെയുള്ള ബാക്കിയുള്ള ലിസ്റ്റും ഉണ്ട്. വാഷിംഗ് മെഷീൻ ഉണ്ട്, TV ഉണ്ട്, തേപ്പൊട്ടി ഉണ്ട്, എയർ ഫ്രയർ ഉണ്ട്, മിക്സർ ഗ്രൈൻഡർ ഉണ്ട്, ഇലക്ട്രിക് കെറ്റിലുണ്ട്. എനിക്ക് ഒന്നുമില്ല ചേച്ചി. ചേച്ചിനെ തിരിഞ്ഞു നോക്കിയിട്ടേ അവിടെ നിന്ന് ഒരു ഫ്രിഡ്ജ് ഒഴികെ ബാക്കിയല്ല ഇപ്പൊ ചേച്ചിയുടെ കയ്യിൽ. ഞാൻ ഒരു കാര്യം പറയട്ടാ, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, ആ ലോറി നമ്മളെ. അപ്പൊ നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് എന്റെ കൈലാഷിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കൂ. അളിയൻ അവിടുത്തെ കൊച്ചു മുതലാളിയാണല്ലോ. ഈ കൊച്ചു മുതലാളി എങ്ങനെയാണ് ഇത്രയും സൗമ്യമായിട്ട് മാന്യമായിട്ട് തൊഴിലാളികളോടൊക്കെ പെരുമാറുന്നത്? വൈ അച്ഛനെ പോലെ അല്ലല്ലോ. വൈ അങ്ങനെ നമ്മൾ പെരുമാറി കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റിയും കൂടും. അടിപൊളി. അതാണ്. അപ്പൊ നമ്മൾ അത്രയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെ? ഫാക്ടറിയിൽ നിന്ന് മാറാറേ ഇല്ലല്ലേ? അല്ല, എന്നാലേ നമുക്ക് കാര്യമുള്ളൂ. നമ്മൾ ബിസിനസ് നന്നായി റൺ ചെയ്യണമല്ലോ. അപ്പൊ നല്ല രീതിയിൽ നമ്മൾ അവരോട് ബിഹേവ് ചെയ്യാനും പഠിക്കുക. അപ്പൊ നമ്മൾ അവിടുത്തെ പ്രൊഡക്ടിവിറ്റിയും കൂട്ടും. അത് കൊച്ചു മുതലാളിയുടെ ഒരു സ്ട്രാറ്റജി ആണോ? അത് സ്ട്രാറ്റജി അങ്ങനെയും വേണമെങ്കിൽ പറയാം. അതോ അവിടെ പ്രത്യേകിച്ച് വേറെ ആരെങ്കിലും കട്ടമ്പിപ്പാറ് മാത്രമായിരിക്കൂല? ഇല്ല, എന്തായാലും നോക്കാം നമുക്ക്. സത്യം പറഞ്ഞ ചട്ടമ്പി പാറോണ്ട് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി അവിടെ കിടന്ന് കറങ്ങുന്നതല്ലേ? നമുക്ക് എന്തായാലും ഇംപ്രസ് ചെയ്യണമല്ലോ, അല്ലെ? അങ്ങോട്ട് പോയി ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം തീരൂലേ? വെയിറ്റ് ചെയ്യേ, നമുക്ക് പറയാം. ശരി, എന്നാലും ഞങ്ങൾ ഞങ്ങളുടെ ഓഡിയൻസിന് ഇനി ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാ. ആയിക്കോട്ടെ. ഡോണ് നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റെഫി നൽകുകയാണ്. നന്നായിട്ടുണരാൻ 4 wish mattress for healthy sleep. സുധീര നമ്മുടെ പ്രിയപ്പെട്ട കൈലാഷ് നൽകുകയാണ് വണ്ടർലയുടെ നല്ല അടിപൊളി കപ്പിൾ എൻട്രി പാസ്. കപ്പിളാണല്ലോ അല്ലേ? ഇതിനു വേണ്ടി കപ്പിളാകും. കൊടുക്കൂ. അപ്പൊ വണ്ടർലേ പോയി അടിച്ചു പൊളിക്കും. അങ്ങനെ 1, 2, 3, 4, 5 ലെവലുകൾ കഴിഞ്ഞ് നമ്മൾ എത്തി നിൽക്കുകയാണ് 6th level. നമ്മുടെ ഫൈനൽ ലെവലാണ് എന്റെ ചേച്ചി.
1,05,000 രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങളാണ്. ഈ ഒരു ലെവലിൽ നമുക്ക് വേണമെങ്കിൽ ക്വിറ്റ് ചെയ്യാം, ഉള്ള സമ്മാനങ്ങൾ കൊണ്ടുപോകാം. അങ്ങനെ ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചേച്ചിക്ക് ഒരു ഭാഗ്യ പരീക്ഷണം, ഒരു ലക്കി ഡ്രോ ഉണ്ട്. ആ ലക്കി ഡ്രോയിൽ 2 സ്ലിപ്പ് ആയിരിക്കും എടുക്കാൻ പറ്റുന്നത്. ഒരെണ്ണത്തിൽ 20,000 രൂപയും ഒരെണ്ണത്തിൽ 5,000 രൂപയായിരിക്കും. ഇപ്പൊ ചേച്ചിക്ക് 20,000 രൂപ കിട്ടിയാൽ കൂടെ നിൽക്കുന്ന ആൾക്ക് 5,000 കിട്ടും. അദ്ദേഹത്തിനാണ് ചേച്ചിക്ക് 5,000 കിട്ടിയാൽ മറ്റേ ആൾക്ക് 20,000 രൂപ കിട്ടും. അതും കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് പിരിയും. ക്വിറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് പിന്മാറുകയാണെങ്കിൽ അതല്ല, മറിച്ച് ചേച്ചി അടുത്ത ലെവൽ 6th ലെവൽ കളിക്കാൻ സധൈര്യം തീരുമാനിക്കുകയാണ്. ചേച്ചി അതിലോട്ട് കാലെടുത്ത് വെച്ച് ചേച്ചി അതിൽ ജയിക്കുകയാണെങ്കിൽ കിട്ടും 1,05,000 രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങൾ. അതായത് തോറ്റാലും 30,000 രൂപയുടെ ഒരു ഫ്രിഡ്ജും കൂടെ ചേർത്ത് ചേച്ചിക്ക് 1,05,000 റുപ്പീസിന്റെ സമ്മാനങ്ങൾ കിട്ടും. ഇനി ചേച്ചി തോറ്റാൽ ചേച്ചിക്ക് 35,000 രൂപയുടെ സമ്മാനങ്ങൾ കൊണ്ട് വീട്ടിൽ പോകും. മുന്നോട്ട് പോകാം. അല്ലേ? പക്ഷെ ഒരു കാര്യം, ഈ 6th ലെവലിൽ എങ്ങാനും നമ്മുടെ ഈ ചേച്ചിയാണ് ജയിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ചേച്ചിക്ക് എത്ര കിട്ടും? ഈ കിട്ടുന്ന സമ്മാനം മുഴുവൻ അവിടെ പോകും. 1,05,000 അങ്ങോട്ട് പോകും. കുഴപ്പമൊന്നുമില്ല. അപ്പൊ നാദർ ചേച്ചി മുന്നോട്ട് പോവുകയാണ്. റെഡിയാണ്. ഒരു കുഴപ്പമില്ല. ആരാണ്